الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى ബഹുമാനമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അതിലുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭക്ഷണത്തോടും അന്നപാനീയങ്ങളോടുമുള്ള ആഗ്രഹവും ഇഷ്ടവുമാണ് നമ്മെ അതിലേക്ക് അടുപ്പിക്കുന്നതും അത് കഴിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും. അതിനോട് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ ഭക്ഷണത്തോട് മടുപ്പും വിരസതയുമാണെങ്കിൽ ഒരാൾ ഭക്ഷണം കഴിക്കില്ല. അതിലൂടെ അയാളുടെ ശാരീരികമായിട്ടുള്ള ക്ഷമത നശിക്കുകയും അയാൾ അപകടത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുപോലെ തന്നെയാണ് ഇണകളോടും മക്കളോടുമുള്ള നമ്മുടെ ഇഷ്ടവും സ്നേഹവും ആഗ്രഹവുമാണ് നമ്മെ വൈവാഹിക ജീവിതത്തിലേക്കും സന്താനോൽപാദനത്തിലേക്കും എല്ലാം നയിക്കുന്നത്. അതില്ലാതെ പോയാൽ നമ്മുടെ പാരമ്പര്യം നശിച്ചു പോകുന്ന സാഹചര്യമുണ്ടാകും. വിവാഹത്തിന്റെ ആവശ്യകതയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടാകും. അതില്ലാതെയും കഴിച്ചുകൂട്ടാമല്ലോ എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അയാളുടെ ജീവിതം പറിച്ചു നടപ്പെടുകയും ചെയ്യും. അതിലൂടെ അയാളുടെ പരമ്പര അവസാനിക്കുന്ന സാഹചര്യമുണ്ടാകും. അപ്പോൾ ആഗ്രഹങ്ങളാണ്, ഇഷ്ടങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മെ എല്ലാ കാര്യങ്ങളിലേക്കും നയിക്കുന്നത്. പണം നമുക്ക് അനിവാര്യമാണ്. അത് സമ്പാദിക്കണമെന്ന ആ ഒരു ആഗ്രഹമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ജോലിയും കൂലിയും വേലയുമെല്ലാം ഒഴിവാക്കി ജീവിക്കുന്നൊരു സാഹചര്യമുണ്ടാകും. ഇതില്ലെങ്കിലും കഴിച്ചുകൂട്ടാമെന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി കഴിയുമ്പോൾ അയാളിലൂടെ ജീവിക്കേണ്ടതായിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബവും മക്കളും അയാൾ കാരണം പ്രയാസപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ ആഗ്രഹങ്ങൾ തന്നെയാണ് നമ്മെ എല്ലാവരെയും നയിക്കുന്നത്. മരിച്ചുപോയ ആളുകളെല്ലാവരും ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരായിരുന്നു. അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ യാത്രയിലാണ് അവരെല്ലാം മരണപ്പെട്ടു പോയത്. കുടുംബത്തിൽ ഇന്ന് ഒരു പുതിയ കുഞ്ഞ് ജനിക്കുകയുണ്ടായി. ആ കുഞ്ഞിന്റെ അമ്മാവൻ വളരെ ചെറിയ പ്രായത്തിൽ വിദേശത്ത് നിന്ന്
മരണപ്പെട്ട വ്യക്തിയാണ്. ഈ പെൺകുട്ടി പ്രസവിക്കുന്ന സമയത്ത് തന്റെ പെങ്ങൾ പ്രസവിക്കുമ്പോ നാട്ടിലേക്ക് ലീവെടുത്ത് വരണം എന്നവൻ പറഞ്ഞിരുന്നു എന്ന് കുടുംബം ഇപ്പോൾ അയവിറക്കുന്നുണ്ട്. മാസങ്ങൾക്ക് മുമ്പേ അവൻ മരണപ്പെട്ടു പോവുകയുണ്ടായി. പക്ഷെ ഇന്ന് നടക്കുന്ന ആ ഒരു പ്രസവത്തിലേക്ക് എത്തിപ്പെടണമെന്നവന്റെ ആഗ്രഹമായിരുന്നു. പക്ഷെ ആഗ്രഹം പാതി വഴി വിട്ടേച്ചവൻ മരണപ്പെട്ടു. അള്ളാഹു എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുഹൃത്തുക്കൾ, ആഗ്രഹങ്ങളാണ് നമ്മെ നയിക്കുന്നത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ആഗ്രഹങ്ങൾ, ഇത്തരത്തിലുള്ള മോഹങ്ങൾ, അത് പടച്ചറബ് നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്. ആഗ്രഹിക്കാനും ദുനിയാവിന്റെ ലദ്ദത്തുകൾ നുകരാനുമുള്ള ആ ഒരവസ്ഥ പടച്ചറബ് നമുക്ക് മക്കളോടും അതുപോലെ തന്നെ ഇണകളോടും സമ്പത്തിനോടും ഭക്ഷണത്തോടും സൗകര്യങ്ങളോടുമൊക്കെ തന്നിട്ടുള്ള ആ ഒരു ഇണക്കവും ആ ഒരു ഇഷ്ടവും അതൊരു നിഅമത്താണ്. അതില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും ഇവിടെ ഒരു അതിര് നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്ക് അനുവദിച്ച കാര്യങ്ങളായിരുന്നാൽ പോലും അത് ആഗ്രഹിക്കുന്നിടത്തും നുകരുന്നിടത്തും നമുക്കൊരു പരിധിയും പരിമിതിയും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എന്തും ആഗ്രഹിക്കാനും എന്തിന്റെയും പിന്നാലെ പോകാനും, ആഗ്രഹങ്ങളാണ്, നിന്റെ മോഹങ്ങളാണ്, നിന്റെ ഇഷ്ടങ്ങളാണ്, നിന്റെ പ്ലഷറാണ് നിന്നെ നയിക്കേണ്ടത് എന്നും അതുകൊണ്ട് അതിനു മുന്നിൽ നീ ഹറാമും ഹലാലും നോക്കേണ്ടതില്ല എന്നും പറഞ്ഞ് മുന്നോട്ടു പോയി കഴിഞ്ഞാൽ അതൊരു വ്യക്തിയുടെ അപകടവും നാശവും അതിന്റെ തുടക്കവുമായിരിക്കും എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അനുവദിച്ച കാര്യത്തിൽ തന്നെ ആർത്തി ഉണ്ടാകരുതെന്നും വിരക്തി വേണമെന്നും ഇസ്ലാം പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഒരു ലിമിറ്റഡ് ആയിരിക്കണമെന്നതും അതിനൊരു അതിരുണ്ട് എന്നതും ആ അതിര് പാലിച്ചിരിക്കണമെന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷ്കർഷിക്കുന്ന കാര്യമാണ്. എന്തിനോടും ഏതിനോടും ആഗ്രഹം തോന്നാനോ ആ ആഗ്രഹം തോന്നുന്ന ഏത് കാര്യങ്ങളും നേടിയെടുക്കാനോ അത് നേടിയെടുക്കാനുള്ള വഴികളിൽ ഹറാമും ഹലാലും നോക്കാതെ സഞ്ചരിക്കാനോ അല്ലാഹു നമുക്ക് അനുവാദം നൽകിയിട്ടില്ല. വലാ തത്തബിഇൽ ഹവാ, നീ നിന്റെ ഇച്ഛയെ പിൻപറ്റരുത്. ഫയദുല്ലക അൻ സബീലില്ലാഹ്, അങ്ങനെ നീ നിന്റെ ഇച്ഛയെ, നിന്റെ മോഹങ്ങളുടെ പിന്നാലെ നീ പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് നിന്നെ പടച്ചറബിന്റെ വഴിയിൽ നിന്ന് തെറ്റിച്ചു കളയുമെന്നും അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. വമൻ അദല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദം മിനല്ലാഹ്, അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള ഹുദയ്ക്ക് പകരമായിട്ട് ആ സന്മാർഗം പാലിക്കാതെ അത് സ്വീകരിക്കാതെ അല്ലാഹുവിന്റെ ഗൈഡൻസ് അതിനെ പരിഗണിക്കാതെ ആരെങ്കിലും സ്വന്തം ഇഷ്ടങ്ങളെ പിൻപറ്റിക്കഴിഞ്ഞാൽ അവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. സുഹൃത്തുക്കളെ, സ്വർഗം നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ആർക്കാണ് സ്വർഗമുള്ളത്? വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ, പടച്ചറബിന്റെ മഖാമിനെ ഭയക്കുകയും സ്വന്തം മനസ്സിന്റെ ഇച്ഛയെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നവരാകുന്നു അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരെന്ന് പടച്ചറബ് സുബ്ഹാനഹു വ തആല സൂറത്തു നാസിആത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു സ്വർഗം സൃഷ്ടിച്ച് നരകം സൃഷ്ടിച്ച് മലക്ക് ജിബ്രീലിനോട് രണ്ടും പോയി കാണാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ജിബ്രീൽ ആദ്യം പോയത് നരകം കാണാനാണ്. ഫഇദാ യർകബു ബഅദുഹാ ലാ ബഅദിൻ, നരകം അതിന്റെ മേൽക്കുമേൽ വലിയ തീനാളങ്ങൾ, തീപ്പൊരികൾ പാറി ചാളിക്കത്തുന്നത് കണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും കരുത്തുള്ള സൃഷ്ടിയായ ജിബ്രീൽ ഭയന്ന് വിറച്ച് അള്ളാഹുവിന്റെ അടുക്കൽ വരികയാണ്. പടച്ചറബ്ബേ, ഈ നരകത്തെക്കുറിച്ച് ആരെങ്കിലും കേട്ടാൽ ഉറപ്പാണ് ആ നരകത്തിലെത്തുന്ന ഒരു പണിയും അവൻ എന്തു വന്നാലും ശരി ചെയ്യാൻ തയ്യാറാവുകയില്ല. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ ദേഹേച്ഛ കൊണ്ട്, ഹുജിബത്തിന്നാറു ബിശഹവാത്ത്, നരകത്തെ ദേഹേച്ഛ കൊണ്ട് വലയം ചെയ്യുകയാണ്. മനുഷ്യന്റെ ആഗ്രഹങ്ങളും മോഹങ്ങളും കൊണ്ട് നരകത്തെ വലയം ചെയ്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നേരത്തെ പറഞ്ഞ വാക്ക് മാറ്റി പറയുകയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അല്ലാഹുവേ, ഈ നരകത്തിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുകയില്ല എന്ന് ഞാൻ ഇപ്പോൾ ഭയപ്പെടുന്നു എന്നാണ്. എന്താണ് കാരണം? ഒരു മനുഷ്യന് അവന്റെ മനസ്സുമായും അവന്റെ ശത്രുവായ പിശാചുമായും അവന്റെ ആഗ്രഹങ്ങളുമായും യുദ്ധം ചെയ്ത് അവന്റെ ദേഹേച്ഛയെ തോൽപ്പിച്ചെങ്കിൽ മാത്രമേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിലൂടെ പഠിപ്പിച്ചത്. സ്വർഗം പോയി കണ്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, അല്ലാഹുവേ, ഈ സ്വർഗത്തെക്കുറിച്ച് കേട്ടാൽ തീർച്ചയായിട്ടും അത് നേടിയെടുക്കാനുള്ള എന്ത് പണിയും മനുഷ്യൻ എടുക്കാൻ തയ്യാറാകും.
ആ എല്ലാവരും സ്വർഗത്തിലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് ജിബ്രീൽ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്, സ്വർഗത്തെ ത്യാഗം കൊണ്ട് വലയം ചെയ്യുകയാണ്. ത്യാഗമാകുന്ന വലയത്തെ ബ്രേക്ക് ചെയ്യാതെ സ്വന്തം മനസ്സിന്റെ ആഗ്രഹങ്ങളെ, പ്രതികൂല സാഹചര്യങ്ങളെ, ഇഷ്ടാനിഷ്ടങ്ങളെ, പ്രകൃതിയുടെ, സമൂഹത്തിന്റെ, കാലത്തിന്റെ, ഏജിന്റെ പ്രതികൂലതകളെ, ട്രെൻഡുകളെ അതിജയിക്കാതെ ഒരിക്കലും സ്വർഗത്തിലേക്ക് കടന്നുപോകാൻ സാധിക്കുകയില്ല. അല്പമൊക്കെ വേദനയും വിശപ്പും ഉറക്കവും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ക്രൂരമർദ്ദനങ്ങളും സഹിക്കാതെ സ്വർഗത്തിലേക്ക് കടന്നുപോകാൻ കഴിയില്ലെന്ന് ജിബ്രീലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇവിടെയെല്ലാം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമുക്ക് ആഗ്രഹങ്ങളും മോഹങ്ങളും ഇച്ഛകളും എല്ലാം ഉണ്ട്. പലതിനോടും നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. ഹുബ്ബു ശഹ്വാതി മിനൻ നിസാഇ والبنين والقناطير المقنطرة من الذهب والفضة والخيل والمصومة والأنعام والحرث ذلك متاع الحياة الدنيا. ദുനിയാവിന്റെ വിഭവങ്ങളാകുന്ന ഇണകളോട്, മക്കളോട്, വീടിനോട്, സമ്പത്തിനോട്, മേത്തരം കുതിരകളോട്, കുമിഞ്ഞു കൂട്ടമാക്കി കൂമ്പാരമാക്കി വെച്ചിട്ടുള്ള സ്വർണത്തോട്, വെള്ളിയോട്, നിങ്ങൾക്ക് അലങ്കാരം നൽകുന്ന നിങ്ങളുടെ ഭവനങ്ങളോട് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്. ദാലിക മതാഉൽ ഹയാത്തുദ് ദുനിയ. അതെല്ലാം ഈ ദുനിയാവിന്റെ താൽക്കാലികമായ നൈമിഷികതകൾ മാത്രമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതെല്ലാം പടച്ച റബ്ബ് നമുക്ക് അനുവദിച്ച ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് നുകരുകയും ഹറാമായ ശഹവത്തിൽ നിന്ന്, പിശാചിന്റെ ആ അജണ്ടയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സുഹൃത്തുക്കളെ, ഹറാമായ ആഗ്രഹങ്ങളിൽ നമ്മെ തളച്ചിടുക എന്നത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. ഫിത്നത്തു ശുബുഹാത്തും ഫിത്നത്തു ഷഹവാത്തും, ഈ രണ്ട് ടൂളുകളാണ് പിശാച് മനുഷ്യനെ പിഴപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. അതായത് നിസ്കരിച്ച് നോമ്പ് നോറ്റ് നല്ല നിലക്ക് നടന്ന ഒരു മനുഷ്യന്റെ ഉള്ളിൽ ദീനുൽ ഇസ്ലാമിനെ കുറിച്ചും പ്രവാചകനെക്കുറിച്ചും ഖുർആാനിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള സംശയം ഇട്ടുകൊടുത്തുകൊണ്ട് ഇന്നലെ വരെ നിസ്കരിച്ചയാള് ഇന്ന് നമസ്കാരം ഉപേക്ഷിക്കുകയാണ്. എന്തേ? ഇതൊക്കെ ഒന്ന് ഉറപ്പാകട്ടെ, എന്നിട്ട് മദീന. ഞാൻ പഠിച്ചിടത്തോളം, ഞാൻ കേട്ടിടത്തോളം എനിക്ക് മനസ്സിലായത് ഇതൊക്കെ തെറ്റാണ്, ഇതൊന്നും സത്യമല്ല, ഇതൊക്കെ ഒരു മിത്ത്, ഇതെല്ലാം ഒരു താൽക്കാലികമായിട്ട് ഒരു ഐതിഹ്യം മാത്രമാണ്, ഇതിലൊരു റിയാലിറ്റിയുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരൊക്കെയോ അവിടെയും ഇവിടെയും ഖുർആനിന്റെ വശങ്ങൾ മനസ്സിലാക്കിയിട്ട് ഷോർട്സും റീൽസും ചെയ്തത് കണ്ടിട്ട് ഇസ്ലാം ശരിയല്ലെന്നും ഒരുപാട് സംശയങ്ങളുമായിട്ട് വന്ന് ദീനിൽ നിന്ന് തന്നെ തെറിച്ചു പോകുന്ന ആൾക്കാരുണ്ട് സഹോദരന്മാരെ. അതുപോലെ തന്നെ ഷഹവാത്തുകൾക്ക്, സ്വന്തം ശരീരത്തിന്റെ സമ്പത്തിനോടുള്ള ആനന്ദങ്ങളോടുള്ള, സന്തോഷങ്ങളോടുള്ള, ശാരീരിക മാനസിക സുഖങ്ങളോടുള്ള, അതിലൂടെ കിട്ടുന്ന താൽക്കാലികമായ ആ ഒരു ആസ്വാദനങ്ങളോടുള്ള അമിതമായ ആഗ്രഹത്തിൽ പെട്ടുപോയിട്ട് ദീൻ ഉപേക്ഷിച്ചു പോകുന്ന, ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആൾക്കാരുണ്ട്. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പാണ്ഡിത്യം കൊണ്ട് അനുഗ്രഹിച്ചൊരു മനുഷ്യൻ, മിസ്രിലെ പള്ളിയിലെ ഇമാമായിരുന്നു അദ്ദേഹം. മിനാരത്തിലേക്ക് ബാങ്ക് വിളിക്കാൻ കയറുമ്പോൾ തൊട്ടയൽപ്പക്കത്തുള്ള ഒരു ക്രിസ്ത്യാനി പെൺകുട്ടി മുറ്റത്തേക്ക് ഏറ്റവും നല്ല വേഷഭൂഷാദിയിൽ അദ്ദേഹത്തെ ആകർഷിക്കാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പിശാച് മനുഷ്യരെ പിഴപ്പിക്കാൻ ഇത്തരം വേഷം കെട്ടി രംഗത്ത് വരുമെന്നാണ്. ദീനുമായി ബന്ധപ്പെട്ട് ദീനീ വസ്ത്രം ധരിച്ച് ദീനിന്റെ അച്ചടക്കങ്ങൾ പാലിച്ച് ജീവിക്കുന്ന ധാരാളം സഹോദരിമാരുണ്ട്. അള്ളാഹു അവർക്ക് ബർക്കത്തും പ്രതിഫലവും പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്നാൽ മാറുന്ന കാലത്ത് നമ്മൾ അല്പം അഴിച്ചിട്ടെങ്കിലേ നന്നാവുകയുള്ളൂ, കുറച്ചൊക്കെ കാണിച്ചെങ്കിലേ നമ്മളും കാലത്തിനൊത്ത് വളർന്നവരാവുകയുള്ളൂ എന്ന് വിചാരിക്കുന്ന, അങ്ങനെ വസ്ത്രം ധരിച്ച് ഇറങ്ങിപ്പുറപ്പെടുന്ന ആളുകളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പിശാച് സ്ത്രീയുടെ വേഷം കെട്ടി പുറത്തേക്കിറങ്ങും എന്നു തന്നെയാണ്. അത്തരം ആളുകളെ പിശാചിന്റെ സഹായിയായിട്ടും അവന്റെ പ്രൊമോട്ടേഴ്സായിട്ടുമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയത്. ഈ നല്ലൊരു മനുഷ്യനെ വശീകരിക്കാൻ വേണ്ടി ദീനില്ലാത്ത, വിശ്വാസമില്ലാത്ത ഒരു നസ്രാണിയായ പെണ്ണ് വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങുമായിരുന്നു. കണ്ണിനെ നിയന്ത്രിക്കുന്നിടത്ത് അദ്ദേഹത്തിന് അബദ്ധം സംഭവിച്ചു പോയി. അദ്ദേഹം ആ സ്ത്രീയിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് അവളിലേക്ക് ആകൃഷ്ടയായി. അദ്ദേഹം നേരെ ചെന്ന് വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോൾ അവർ ഒരു ഷർത്താണ് വെച്ചത്. എന്തായിരുന്നു ആ ഷർത്തെന്നറിയുമോ? നീ ഒരു മുസ്ലിമാണ്, ഞങ്ങൾ നസ്രാണികളാണ്, അതുകൊണ്ട് നിന്റെ മതം ഉപേക്ഷിക്കാതെ എന്റെ മകളെ നിനക്ക് കല്യാണം കഴിച്ചു തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാമാകുന്ന മഹോന്നതമായ ആദർശം ഒരു സ്ത്രീക്ക് വേണ്ടി അദ്ദേഹം ബലിയർപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇസ്ലാം ഉപേക്ഷിച്ച് ആ പെണ്ണിനെ അയാൾ കല്യാണം കഴിക്കുകയാണ്. പിന്നീട് ആ പെണ്ണിലേക്ക് ആദ്യ രാത്രിയിൽ താൻ മനസ്സിൽ കണ്ട സ്വപ്നവും സന്തോഷവും പൂർത്തീകരിക്കാൻ, ദൂരെ നിന്ന് കണ്ട ആനന്ദം
തൊട്ടടുത്തെത്തുമ്പോൾ എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് അയാൾ മെനഞ്ഞുകൂട്ടിയ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് അയാൾ നടന്നെടുക്കുമ്പോൾ അപകടത്തിൽ അയാൾ മരണപ്പെടുകയാണ്. സഹോദരന്മാരെ, ഖസറത് ദുനിയ വൽ ആഖിറ, ദുനിയാവും ആഖിറത്തും തകർന്നുപോയി എന്ന് പറഞ്ഞതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് മാറുകയാണ്. അവിടെ വർത്തിച്ചത് ഷഹവാത്താണ്. ഈ ഷഹവാത്തിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്ക് പ്രായത്തിനനുസരിച്ച് ഓരോരുത്തരുടെ അവസ്ഥക്കനുസരിച്ച് ഹറാമും ഹലാലും നോക്കാതെ ആസ്വാദനങ്ങളിലേക്ക്, വേഷഭൂഷാദികളിലേക്ക്, നൃത്തസംഗീതങ്ങളിലേക്ക്, ലഹരിയുടെ ഇരുട്ടറകളിലേക്ക്, അവിഹിതങ്ങളിലേക്ക് മനസ്സിനെ വലിച്ചു കൊണ്ടുപോകുന്നത് സഹോദരന്മാരെ പിശാച് ഈ ഒരു ഷഹവാത്തുകളിലൂടെയാണ്. നമുക്കിങ്ങനെ ഒരു തേട്ടം, ഇങ്ങനൊരു ആഗ്രഹം, ഇങ്ങനൊരു ഇഷ്ടം എല്ലാത്തിനോടുമുണ്ട് എന്ന് അറിയുന്നത് കൊണ്ടാണ് ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടാൻ വേണ്ടിയിട്ട് എല്ലാവരെയും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ആരോഗ്യത്തെയും സമയത്തെയും നശിപ്പിക്കാനുള്ള എല്ലാ വഴികളും തുറക്കപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ സഹോദരന്മാരെ, നമ്മളും വീണുപോകും. എന്തെങ്കിലും തരത്തിലുള്ള ചതികളിലെല്ലാം നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ആ ഒരു ശക്തി നമുക്ക് ലഭിക്കാതെ പോയാൽ താഴെ പറയുന്ന ചില കാരണങ്ങൾ അത് നമ്മിലുണ്ടോ, നമ്മളും വീണുപോകും ഇത്തരത്തിലുള്ള ഹറാമായിട്ടുള്ള ചതിക്കുഴികളിലെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ? ഈമാനിന്റെ ദുർബലത എന്നതാണ്. നമ്മളൊക്കെ ഈമാനുള്ളവരാണെന്ന് പറയുന്നുണ്ട്, വിശ്വാസമുള്ളവരാണെന്ന് പറയുന്നുണ്ട്, അല്ലാഹു ഉണ്ടെന്നും പരലോകമുണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ശക്തി എത്രത്തോളമാണ്, അതിനെത്രത്തോളം കരുത്തുണ്ട് എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ദുർബലമായ വിശ്വാസം അതൊരു മനുഷ്യനെ നാശത്തിലേക്ക് എത്തി. പണ്ഡിതന്മാർ പറയണം 3 കാര്യങ്ങൾ തഖ്വയുടെ ലക്ഷണമാണ്. ഒന്നെന്താ അറിയോ? മോശപ്പെട്ട ആഗ്രഹങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടും, ചെയ്യാനുള്ള അവസരം വന്നെത്തിയിട്ടും, അതിനുള്ള എല്ലാവിധ ഡോറും ഓപ്പൺ ആയിട്ടും ആ അവസരങ്ങളിൽ നിന്ന് മാറി നിൽക്കും. മോശപ്പെട്ട ആഗ്രഹങ്ങളെ ചെയ്യാൻ കഴിയുമ്പോൾ തന്നെ അയാൾ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള തഖ്വന്റെ അടയാളമാണ്. രണ്ടാമത്തെ എന്തറിയോ? മനസ്സ് ചെയ്യാൻ നല്ല മടുപ്പും ചടപ്പും കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും മനസ്സിനെ തോൽപ്പിച്ച് ഇബാദത്ത് ചെയ്യാം. 5 നേരം ജമാഅത്തിന് പോവാ, ജമാഅത്ത് കഴിഞ്ഞ് അല്പനേരം ദിക്ർ ചൊല്ലിയിരിക്കുക, പടച്ചവനോട് പറയാനുള്ളതും മനസ്സ് തുറന്നു പറയാം, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് വല്ലതും നഷ്ടപ്പെട്ടു പോയാൽ അത് നഷ്ടപ്പെടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം മനസ്സ് ചെയ്യണ്ട എന്ന് പറയുമ്പോഴും മനസ്സിനെ തിരുത്തി കൊടുത്ത് റീവയറിംഗ് ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി പ്രാപ്തമാക്കിയെടുക്കുന്ന ആ ഒരു മനസ്സുണ്ടാകുക എന്നുള്ളത് മുത്തക്കിയുടെ രണ്ടാമത്തെ ക്വാളിറ്റിയാണ്. മൂന്നാമത്തെ എന്താ? തനിക്ക് ആവശ്യങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ അവകാശികൾക്ക്, ഉടമസ്ഥന്മാർക്ക് അവരുടെ അമാനത്തുകൾ തിരിച്ചു നൽകുക എന്നുള്ളതാണ്. എന്റെ കയ്യിൽ അല്പം കാശുണ്ട്, അതെന്റേതല്ല, എനിക്ക് അവകാശപ്പെട്ടതല്ല, എന്നാൽ അതുകൊണ്ട് എനിക്ക് ഉപകാരമുണ്ട്, എനിക്ക് ആവശ്യമുണ്ട് എന്നിരിക്കെ തന്നെ ഒരു മുത്തഖിയായ മനുഷ്യൻ തന്റേതല്ലാത്ത അമാനത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന, തന്റേതല്ലാത്ത സ്വത്ത്, തന്റേതല്ലാത്ത വസ്തു, തന്റേതല്ലാത്ത സാധനങ്ങൾ അതിന്റെ അഹ്ലുകാർക്ക്, അതിന്റെ അവകാശികൾക്ക്, യഥാർത്ഥ അതിന്റെ ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് തഖ്വയുടെ അടയാളമാണ്. അതുകൊണ്ട് തഖ്വയുടെ കുറവ്, ഈമാനിന്റെ കുറവ് നമ്മൾ നേരിടുന്നുവെങ്കിൽ സഹോദരന്മാരെ ഏതു വലയിലും നമ്മൾ പെട്ടുപോകും. രണ്ടാമത്തെ കാര്യം എന്താ പറയാ? മോശപ്പെട്ട ആളുകളുടെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അൽ മർഉ അലാ ദീനി ഖലീലി ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ. ആരുടെ കൂടെയാണോ നിങ്ങൾ ജീവിക്കുന്നത്, അവരുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റം, അവരുടെ വിശ്വാസം, അവരുടെ ഇടപെടലുകൾ, അവരുടെ ഹാബിറ്റ്സും അവരുടെ ഹോബീസും നമ്മൾ അറിയാതെ നമ്മിലേക്ക് ആകർഷിക്കപ്പെടും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നല്ല ആളുകളുടെ കൂടെ നടക്കാവൂ എന്ന്. സ്വർഗത്തിലെത്തിയ ആളുകൾ പറയും, ഞങ്ങൾ അവരുടെ കൂടെയായിരുന്നുവെങ്കിൽ ഞങ്ങളും അവരെ പോലെ ആകുമായിരുന്നല്ലോ എന്ന് സ്വർഗത്തിലുള്ള ആളുകൾ പറയും. പടച്ചോൻ നൽകിയിട്ടുള്ള വല്ലാത്തൊരു അനുഗ്രഹത്തെ അവർ അവിടെ സ്മരിക്കുന്നത് ഖുർആനിൽ പടച്ചറബ് എടുത്തു കൊടുക്കുന്നുണ്ട്. മോശപ്പെട്ട കൂട്ടുകാരുടെ കൂടെയാണോ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ മോഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ സ്നേഹത്തിന്റെ ഭാഷയും നമ്മുടെ ആസ്വാദനത്തിന്റെ ടൂളുകളും ഇടങ്ങളും അതിനുള്ള കാരണങ്ങളും മാറുമെന്നതിൽ ഒരു സംശയമില്ല. എല്ലാ ദുഷിച്ച ശീലങ്ങളും തുടക്കം കുറിക്കുന്നത് കൂട്ടുകാരിലൂടെയാണ്. വളരെ ചെറുപ്രായത്തിൽ അശ്ലീല സൈറ്റുകളിലൂടെ പോയി അനാവശ്യ കാഴ്ചകൾ കാണുന്ന സാഹചര്യം ഉണ്ടാകുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ അവിഹിത ബന്ധത്തിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, 15-ാമത്തെ 14-ാമത്തെ വയസ്സിൽ തന്നെ മറ്റൊരുത്തന്റെ ബീജം പേറേണ്ടി വരുന്ന, ഗർഭം ധരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത് കൂട്ടുകാരിലൂടെയുള്ള ഒരു
നീക്കമാണ് സഹോദരന്മാരെ. ഏത് ചെറിയ കാര്യമാകട്ടെ, ഏത് വലിയ കാര്യമാകട്ടെ, ദുഷിച്ച സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും സംസാരങ്ങളും രീതികളും ആക്ഷൻസും പ്രയോഗങ്ങളും തെറിവിളികളും ഇതെല്ലാം നമുക്ക് കിട്ടിയത് നമ്മുടെ കൂട്ടുകാരിൽ നിന്നാണ്. അതുകൊണ്ട് അത്തരം അശ്ലീലങ്ങൾ പറയാത്ത, തിന്മയിലേക്ക് നമ്മെ നയിക്കാത്ത, തിന്മക്ക് പ്രൊമോട്ട് ചെയ്യാത്ത, അനാവശ്യങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിഭാവനമായ ദീനിനെ, അതിന്റെ പരിഭാവന കാത്തു സൂക്ഷിച്ച് അത് നമ്മിൽ സന്നിവേശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന, നമ്മുടെ നന്മകളെ കണ്ടെത്തി പരിപോഷിപ്പിക്കാനും നമ്മുടെ തിന്മകളെ വളരെ സ്നേഹബുദ്ധിയാൽ തിരുത്തിത്തരാനും ശ്രമിക്കുന്ന നല്ല കൂട്ടുകാരല്ലയോ നമ്മളും ഇത്തരത്തിൽ ഹറാമായിട്ടുള്ള ഷഹ്വാത്തുകളിൽ ചെന്ന് വീഴുമെന്നത് സുഹൃത്തുക്കളെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണ്? ഈ മൂന്നാമത്തെ സാഹചര്യം നമുക്കുണ്ടോ? നമ്മൾ ഹറാമായ ശഹ്വത്തിൽ വീണുപോകും. അതെന്താണ്? അനിയന്ത്രിതമായ നോട്ടങ്ങളാണ്. അനിയന്ത്രിതമായ നോട്ടമാണ്. എന്തും ഏതും നോക്കുക അല്ലെ? എല്ലാവരുടെയും കയ്യിൽ ഫോണാണ്. എന്താ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? റീൽസും ഷോർട്സും, നമുക്ക് കാണാവുന്നതും കാണാൻ പറ്റാത്തതും അല്ലെ, ഒരിക്കലും നമ്മൾ കേൾക്കാനോ അറിയാനോ സമീപിക്കാനോ പാടില്ലാത്ത എല്ലാ തരം കാര്യങ്ങളിലേക്കും അല്ലെ. കോമഡി എന്താണ്? തെറിവിളിക്കലും അടിക്കലും ചീത്ത പറയലും മറ്റുള്ളവരുടെ അഭിമാനത്തെ പിച്ച് ചീന്തലും മറ്റുള്ളവരെ ട്രോള് ചെയ്യലും അല്ലെ, പ്രാങ്ക് ചെയ്യലുമൊക്കെയാണ് ഇന്ന് കോമഡിയായിട്ട് വർത്തിക്കുന്നത്. നിങ്ങൾക്കറിയുമോ സഹോദരന്മാരെ, അപകടത്തിന്റെ ന്യൂസുകൾ പോലും ഇന്ന് കോമഡി വൽക്കരിക്കപ്പെടുകയാണ്. ഒരാൾ ബൈക്ക് ഓടിച്ചിട്ട് നേരെ ചെന്നിട്ടൊരു കുഴിയിൽ ചെന്ന് വീണാൽ പിന്നീട് അവിടെ ഒരു സ്മൈലിയും ഒരു പൊട്ടിച്ചിരിച്ചിലുമൊക്കെയാണ് അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലായില്ല? അപകടങ്ങളിലൂടെ പലവിധ ടൂറിസ്റ്റ് പ്ലേസുകളിലും അവിടുത്തെ എക്യുപ്മെന്റ്സ് അത് കേടുവന്നിട്ട് അപകടമുണ്ടായത് കാണുമ്പോൾ അതിന്റെ കമന്റ് ബോക്സ് മുഴുവൻ ചിരിയാണ്, സ്മൈലിയാണ്, തമാശയാണ്. ആളുകൾ മരിക്കുന്നതും ആളുകളെ കൊല്ലുന്നതും ആളുകൾക്ക് അപകടങ്ങൾ സംഭവിക്കുന്നതും ഇന്ന് തമാശവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ എന്തിനേയും ഏതിനേയും ഉപയോഗപ്പെടുത്തി സാമ്പത്തിക വരുമാനമുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ധാർമ്മികതയോ ഏതെങ്കിലും തരത്തിലുള്ള നൈതികതയോ ഹറാമും ഹലാലും പരിഗണിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെയും തന്റെ ഭാര്യമാരെയും തന്റെ കുടുംബക്കാരെയും തന്റെ കൂട്ടുകാരെയും ആരുപയോഗിച്ചും കാശുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്തെ കാഴ്ചകളുടെ പിന്നാലെ നമ്മൾ പോയി കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, നാം അറിയാതെ നമ്മുടെ മനസ്സ് മാറും, നമ്മുടെ വികാരങ്ങൾ മാറും, നമ്മുടെ ആഗ്രഹങ്ങൾ മാറും, നമ്മുടെ പ്രയോഗങ്ങൾ മാറും, നമ്മുടെ പല ശൈലികളും നാം അറിയാതെ മാറും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാഴ്ചകളെ നമ്മൾ നിയന്ത്രിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. മോശപ്പെട്ട കാഴ്ചകൾ, അനിയന്ത്രിതമായിട്ടുള്ള കാഴ്ചകളിൽ നിന്ന് നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കണം. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, കുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. കണ്ണിനെ താഴ്ത്താൻ മുഅ്മിനീങ്ങളോട് നീ പറയുക എന്ന് അള്ളാഹുവിന്റെ കൽപ്പന നമുക്ക് കാണാൻ സാധിക്കും, സ്ത്രീയോടും പുരുഷനോടും. നാലാമത്തെ കാര്യം എന്തെങ്കിൽ ഒഴിവ് സമയം. മുകളിൽ പറഞ്ഞ ഈമാനിന്റെ കുറവ്, മോശപ്പെട്ട കൂട്ടുകാർ, എന്തും ഏതും കാണുക. ഈ ആൾക്കൊരു ഒഴിവ് സമയം കിട്ടിയാൽ എന്തായിരിക്കും അവന്റെ ജീവിതത്തിൽ? എന്തും ഏതും കാണാനും കേൾക്കാനും അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള ഒരവസ്ഥയായിരിക്കും അവനുണ്ടാവുക എന്നുള്ളത് യാതൊരുവിധ സംശയവുമില്ല അല്ലെ. നന്മക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാത്തവന് കിട്ടുന്ന ഒഴിവ് സമയം മുസീബത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സമയവും ആരോഗ്യവും പാഴാക്കുന്ന ഇതിനൊരു കണക്കുണ്ടാവില്ല. എത്ര നേരമാണ് ഓരോരുത്തരും അല്ലെ ഒഴിവ് സമയം ഇല്ല എന്ന് ആൾക്കാർ പറയാം. സമയമില്ല എന്ന് പറയും. എന്നാൽ ഇഷ്ടം പോലെ സമയം ആവശ്യമില്ലാതെ വിനിയോഗിക്കാൻ എല്ലാവർക്കുമുണ്ട്. എത്ര സമയമാണ് പാഴാക്കുന്നത്? ആരോഗ്യവും സമയവും പാഴാക്കുന്ന വിധത്തിലുള്ള ഒഴിവ് സമയങ്ങൾ ഇത്തരം ഹറാമായ ആഗ്രഹങ്ങളിലേക്ക്, ശഹവാത്തുകളിലേക്ക് നമ്മെ നയിക്കും. അതുപോലെ തന്നെ ഹറാമുകൾ നിസാരമായി കാണുന്നൊരു പ്രവണതയാണ്. പൊന്നുമോനെ, തുപ്പിക്കളയോ വായിലുള്ള ഈത്തപ്പഴം എന്ന് റസൂലുള്ള പറഞ്ഞത് ഒരു പിഞ്ചു കുഞ്ഞിനോടാണ്. ആ കുഞ്ഞിന് എന്ത് ധാർമ്മികതയും എന്ത് നിയമവുമാണ് സുഹൃത്തുക്കളെ ഉള്ളത്? ഒരു ചെറിയ കുട്ടിക്ക് എന്ത് മതത്തിന്റെ നിയമങ്ങളാണ് ബാധകളുള്ളത്? എന്നിരുന്നാൽ പോലും സക്കാത്തിന്റെ മുതലിൽ നിന്നൊരു ഈത്തപ്പഴം കഴിച്ചപ്പോ തുപ്പിക്കളയുമോനെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിസാരമായി ഹറാമുകളെ ചെറുതാകട്ടെ വലുതാകട്ടെ നിസാരമായി കാണുന്ന ആ ഒരു പ്രവണത നമ്മെ നാശത്തിലേക്ക് നയിക്കും. ഏത് തെറ്റുകളും അത് ചെറുതായി തുടങ്ങിയിട്ട് പിന്നെ അത് വലുതിലേക്കെത്തും. പിന്നീട് നമ്മുടെ ശീലമായി മാറും. തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു വേദനയും കുറ്റബോധവും പിന്നീട് ഇല്ലാതായി മാറും. ആറാമത്തെ കാര്യം, നിഷിദ്ധമായവ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ. അതുമായി ചുറ്റിപ്പറ്റിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഈ പറയപ്പെട്ട അപകടങ്ങൾ ഉണ്ടാകുമെന്നത് നമ്മൾ തിരിച്ചറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ വഴിയോരങ്ങളിൽ കാരണമില്ലാതെ ഇരിക്കരുത്.
ഇരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ കണ്ണിനെ താഴ്ത്തണം, സലാം മടക്കണം, ഉപദ്രവങ്ങൾ തടുക്കണം, അങ്ങനെ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഈ ഹക്കുകൾ, വഴിയുടെ ഹക്കുകൾ പാലിച്ചിട്ട് നിങ്ങൾ വഴിയിലിരിക്കാവൂ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിന്മയുടെ സാഹചര്യങ്ങളിലാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അവന്റെ കൂട്ടുകെട്ട് അങ്ങനെയാണ്, അവന്റെ വർക്ക് പ്ലേസ് അങ്ങനെയാണ്, അവന്റെ യാത്രകൾ അങ്ങനെയാണ്, അവന്റെ ഇടപെടലുകൾ ആ ഹറാമുകൾക്കുള്ള ഒരു ഇടമാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഹറാമായിട്ടുള്ള ഷഹ്വാത്തുകളിൽ വീണുപോകാനും പിശാച് അവനെ ഒരു കളിപ്പാവയായി ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സുഹൃത്തുക്കളെ തിരിച്ചറിയുക. ജീവിതം നൈമിഷികമായ സുഖങ്ങൾക്ക് ഹോമിക്കാനുള്ളതല്ല, മറ്റുള്ളവർക്ക് ദാസ്യവേല ചെയ്തുകൊണ്ട് പാഴാക്കാനുള്ളതല്ല. ഏത് നിമിഷവും തീരാവുന്ന ഈ ആയുസ്സുകൊണ്ട് സ്വർഗം നേടിയെടുക്കാനുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും ഇപ്പറയപ്പെട്ട കാരണങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും പടച്ചറബ് നമുക്ക് അനുവദിച്ചതിൽ മാത്രം ആസ്വാദനം കണ്ടെത്തി മുന്നോട്ടു പോകാനും പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അത്ഭുതകരമായ ഒരു വാക്കുണ്ട്. ആ വാക്കാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം സുന്ദരിയും സുമുഖിയുമായ രാജാവിന്റെ പത്നി തന്നെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ പറഞ്ഞ വാക്ക്, മഅദല്ലാഹ്, ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു. ഈ വാക്കാണ് മറിയം ബീവി ഏറ്റവും സുന്ദരനും സുമുഖനുമായ വേഷത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്നിലേക്ക് വന്നപ്പോഴും നിന്നിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് രക്ഷ തേടുന്നു എന്ന വാക്കാണ് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയും പറഞ്ഞത്. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് നേരെ നാം ഉറക്കെ പ്രഖ്യാപിക്കേണ്ട വാചകമാണ് യഥാർത്ഥത്തിൽ ഇത്. അല്ലാഹുവിൽ അഭയം തേടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഹറാമിലേക്ക് നമ്മുടെ മനസ്സ് ചായുമ്പോൾ, ഹറാമിനുള്ള ക്ഷണം ലഭിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് നാവിലൂടെ ഒഴുകേണ്ട വാക്കാണ് ഇന്നി അഖാഫുല്ലാഹ്. സുന്ദരിയും കുലീനയുമായ ഒരു പെൺകുട്ടി വ്യഭിചാരത്തിലേക്ക് തന്നെ ക്ഷണിച്ചപ്പോൾ ഖാല ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയക്കുന്നു എന്ന് പറഞ്ഞവനാണ് നാളെ അർശിന്റെ തണൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇത് ഉച്ചരിക്കുന്നതിലൂടെ പടച്ചറബിന്റെ സംരക്ഷണം ലഭിക്കുമെന്നാണ് പണ്ഡിതന്മാർ ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട്, അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ബുദ്ധിയും അതുപോലെ തന്നെ വികാരവും വിചാരവുമുള്ള മനുഷ്യരായ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലായിടത്തും പോയി തലയിടാനും എല്ലാറ്റിലും മുഴുകാനും എല്ലാം അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ശ്രദ്ധ മരിച്ചാൽ അപകടം ജനിക്കുമെന്ന ആ ഒരു തത്വത്തെ ദുനിയാവും പരലോകവും തമ്മിൽ കമ്പയർ ചെയ്ത് മനസ്സിലാക്കിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു കാര്യം പ്രശ്നമാണ്, അപകടമാണ് എന്ന് പറയുമ്പോൾ തന്നെയും ഇസ്ലാം അതിനുള്ള പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട്. ഏറ്റവും വലിയ പരിഹാരമെന്ന് പറയുന്നത് ഇതുതന്നെയാണ്, അള്ളാഹുവിലേക്ക് നമ്മൾ അഭയപ്പെടുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു ബോധം നമ്മിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹു എന്നെ നിയന്ത്രിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം അതിലൂടെ കടന്നു വരികയാണ്. ഇന്നി അഖാഫുല്ലാഹ് എന്ന് പറയുമ്പോൾ എനിക്കൊരു തടസ്സവുമില്ല, എനിക്ക് ആഗ്രഹത്തിനൊട്ടും കുറവില്ല. നീ വിചാരിച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ഒരു തരത്തിലുമുള്ള തടസ്സവുമില്ല. ആകെ ഒരു തടസ്സമാണുള്ളത്, എന്നെ എന്റെ റബ്ബ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇദാ ഖലൗത ബിരീബത്തിൻ ഫീ ദുൽമത്തിൻ വന്നഫ്സു ദാഇയത്തുൻ ഇല തുഗ്യാനി ഇന്നല്ലദീ ഖലഖദ്ദലാമ യറാനി ഫസ്തഹീ മിൻ നദറിൽ ഇലാഹി വഖുൽ ലഹാ ഇന്നല്ലദീ ഖലഖദ്ദലാമ യറാനി. രാത്രിയുടെ ഇരുട്ടിൽ നിന്റെ നഫ്സ്, നിന്റെ മനസ്സ് നിന്നെ തിന്മയിലേക്ക്, അനുസരണക്കേടിലേക്ക് മാടി വിളിക്കാൻ, ആ സമയത്ത് ഇലാഹിന്റെ നോട്ടത്തിൽ നീ ലജ്ജയുള്ളവനാകണം. എന്നിട്ട് നിന്റെ മനസ്സിനോട് നീ പറയണം, വഖുൽ ലഹാ ഇന്നല്ലദീ ഖലഖദ്ദലാമ യറാനി, ഈ കൂരിരുട്ടിനെ സൃഷ്ടിച്ച പടച്ചറബ് അവൻ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് രാത്രിയിൽ നിന്റെ മനസ്സ് തിന്മക്ക് നിന്നെ മാടി വിളിക്കുമ്പോൾ നിനക്ക് പറയാൻ സാധിക്കണമെന്നാണ്. എത്രയോ രാവുകൾ അശ്ലീലം കണ്ടു തീർക്കുന്ന ആളുകൾ, സുഹൃത്തുക്കൾ, അവരുടെ മനസ്സും അവരുടെ ശരീരവും ദുർബലമായി പോകുമെന്നാണ്. അതിൽ യാതൊരുവിധ പ്രായഭേദമന്യേ ആളുകൾ ഇത്തരം കാര്യങ്ങൾക്ക് അടിച്ചാണ്. അവരുടെ മനസ്സ് ദുർബലമായി പോകും, അവരുടെ തലച്ചോറ് ദ്രവിച്ച്, ഒരു ക്യാൻസറിനേക്കാൾ മാരകമായ രോഗമാണ് അവരുടെ തലച്ചോറിൽ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം കാഴ്ചകൾ സമ്മാനിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് പടച്ചറബിന്റെ നോട്ടത്തിൽ ലജ്ജയുള്ളവരാകാനും ഭയമുള്ളവരാകാനും നമുക്ക് സാധിക്കണം. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച 2 വരിയുണ്ട്. ഇദാ മാ ഖലൗത ദഹറ യൗമൻ ഫലാ തഖുൽ, നീ തനിച്ചായിരിക്കുമ്പോൾ നീ പറയല്ലേ. എന്ത്?
എന്തു പറയല്ലേ, ഖലൗതു, ഞാൻ തനിച്ചാണ്. വലാകിൻ ഖുൽ അലയ്യ റഖീബു, നീ പറയേണ്ടത് എന്താണ്? ഞാൻ തനിച്ചല്ല, എന്റെ കൂടെ എന്റെ പടച്ച റബ്ബുണ്ടെന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ അനാവശ്യമായ ഹറാമായ ആഗ്രഹങ്ങൾക്ക് നേരെയുള്ള ഒരു പരിച എന്ന് പറയുന്നത് ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ എന്റെ റബ്ബിനെ ഭയക്കുന്നവനാണ്, എന്റെ റബ്ബിനെ കാണേണ്ടവനാണ്, അവന്റെ ഹിസാബ് നേരിടേണ്ടവനാണ്, കണക്ക് ബോധ്യപ്പെടുത്തേണ്ടവനാണ്. എന്റെ ഖബർ ഞാനവിടെ തനിച്ചായിരിക്കും, എന്റെ മഹ്ശർ ഞാനവിടെ തനിച്ചായിരിക്കും, എന്റെ ഹിസാബ് ഞാനവിടെ തനിച്ചായിരിക്കും. ഇവിടെ എനിക്ക് കൂട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, പരിചയക്കാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എല്ലാറ്റിനും സപ്പോർട്ട് ചെയ്യാനും സഹകരിക്കാനും ആളുകളുണ്ട്. എന്നാൽ ഞാൻ തനിച്ചാകുന്ന ഒരു പരലോകം, എന്റെ റബ്ബുണ്ട് എനിക്ക്, അവൻ എന്നെ കാണുന്നുണ്ട്, അവൻ എന്നെ വിചാരണ ചെയ്യും, അവൻ എന്നോട് കണക്ക് ചോദിക്കുമെന്ന ബോധം നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സുഹൃത്തുക്കളെ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണാണ്, കണ്ണിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അനാവശ്യമായ എല്ലാറ്റിൽ നിന്നും നമ്മൾ വേണ്ട ഹലാലായ കാര്യങ്ങൾ തന്നെ നമ്മൾ അമിതമായി കാണുക എന്നുള്ളത് നമുക്ക് പ്രശ്നമാണ്. നമ്മുടെ പരലോക ബോധം ഇല്ലാതാക്കും. ഖബർ സന്ദർശിക്കാൻ പറഞ്ഞില്ലേ, എന്തിനാണ്? ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത, അത് നിനക്ക് മരണത്തിന്റെ ചിന്തയുണ്ടാക്കും എന്ന. അവിടെ പൂജ നടത്താനും അവിടെ വരുമാനമുണ്ടാക്കാനും അല്ല, മറിച്ച് നിനക്ക് പരലോക ബോധമുണ്ടാക്കുന്നു. ഖുർആൻ പാരായണം ചെയ്യാൻ പറഞ്ഞു. എന്തിനാ ഖുർആനിലേക്ക് നോക്കാൻ പറഞ്ഞത്? ഖുർആനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈമാൻ വർദ്ധിക്കും, അല്ലെ? നോട്ടം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. യഅലമു ഖായിനത്തുൽ അയ്യുൻ, കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവനാണ് പടച്ച റബ്ബ്. പോകുന്നവരെയും വരുന്നവരെയും എല്ലാം വായി നോക്കിയിരിക്കുമ്പോൾ തന്റെ മുന്നിൽ വരുന്ന ഓരോ നോട്ടിഫിക്കേഷനും തുറന്നിട്ട് അതിലുള്ള ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുമ്പോൾ സുഹൃത്തുക്കൾ, അതിലൂടെ ദ്രവിച്ചു പോകും നമ്മുടെ ഈമാനും നമ്മുടെ മനസ്സും അതിന്റെ തഖ്വയും അതിന്റെ കരുത്തും അതിന്റെ സബറും എല്ലാമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കണ്ണിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റണം. കണ്ണും കാതുമെല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെടും. പഠിച്ചോ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, നോട്ടം ഒരാളിൽ വികാരം ജനിപ്പിക്കും, വികാരം ഒരാൾ ഹറാം ചിന്തിക്കാൻ കാരണമാകും, ആ ചിന്ത ഹറാം ആഗ്രഹിക്കാൻ പ്രേരിപ്പിക്കും, ആ ആഗ്രഹം ഹറാമായ ഉദ്ദേശത്തിലേക്ക് എത്തിക്കും, ആ ഉദ്ദേശം കടുത്ത തീരുമാനത്തിലേക്ക്, അല്ലെ, ഇന്നത് ചെയ്യണം എന്ന കടുത്ത തീരുമാനത്തിലേക്ക് എത്തുകയും അവസാനം അത് തെറ്റിലെത്തുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയാണ്, കണ്ണ് നിയന്ത്രിക്കാനുള്ള ക്ഷമയാണ്, കണ്ണ് നിയന്ത്രിക്കാതെ സംഭവിക്കുന്ന അപകടങ്ങൾ ക്ഷമിക്കാനുള്ള ക്ഷമയേക്കാളും എളുപ്പം കണ്ണിനെ നിയന്ത്രിക്കലാണ്. നിയന്ത്രിച്ചില്ല ഉണ്ടാവുന്ന ദുരന്തം അതിനേക്കാൾ വലുതീകാരം, അതെനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കാണാൻ പറ്റാത്തവയിൽ നിന്ന് കണ്ണിനെ നിയന്ത്രിക്കുന്നതിലൂടെ മനസ്സ് ശുദ്ധമാകും. പണ്ഡിതന്മാർ പറയാണ്, ഹൃദയത്തിലേക്കുള്ള പിശാചിന്റെ വിഷം പുരട്ടിയ അമ്പാണ് കാഴ്ച എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സഹോദരന്മാരെ, ചിന്തകളെ നിയന്ത്രിക്കുന്നത്, പടച്ചവനെ കുറിച്ച് ചിന്തിക്കുക, പരലോകത്തെ കുറിച്ച് ചിന്തിക്കുക, നമ്മൾ പഠിച്ച, നമ്മൾ കേട്ട, നമ്മൾ മനസ്സിലാക്കിയ ഹദീസുകളെക്കുറിച്ചും ആയത്തുകളെക്കുറിച്ചും ദീനീയായ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ചിന്തിക്കുക, നമ്മുടെ താഴെയുള്ളവരെ കുറിച്ച് ചിന്തിക്കുക, ദുനിയാവിന്റെ നശ്വരതയെക്കുറിച്ച് ചിന്തിക്കുക, ഖബറിന്റെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക, പരലോകത്തുള്ള വിവസ്ത്രരായുള്ള ആ നൃത്തത്തെക്കുറിച്ചും പടച്ച റബ്ബ് വിചാരണ ചെയ്യുന്നതിനെക്കുറിച്ചും ചിന്തിക്കുക. ഉദ്കുരിൽ മൗത്ത്, മരണത്തെക്കുറിച്ച് നീ ചിന്തിക്കുക. ഫിസ്വല, നിന്റെ നമസ്കാരത്തിൽ, നിസ്കാരത്തിന് കൈകെട്ടിയാൽ നീ മനസ്സിലാക്കണം, ഇത് നിന്റെ അവസാനത്തെ നമസ്കാരമാകാം. ഈ ജുമുഅ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് നേരെ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു അപകടമുണ്ടാകാം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മരണത്തിൽ നിന്ന് ആർക്കും രക്ഷയില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാവും. ഹറാമായ കാര്യങ്ങൾ ആലോചിച്ച് ആഗ്രഹിച്ച് മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ അതിനുള്ള അവസരങ്ങൾ വന്നിണങ്ങും. നന്മയാഗ്രഹിക്കുന്നവർക്ക് നന്മക്കുള്ള അവസരങ്ങൾ കിട്ടും. ഹറാമായ കാര്യങ്ങൾ ചിന്തിച്ചും ആലോചിച്ചും കൊണ്ടേയിരിക്കുമ്പോൾ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അയാൾ അതിൽ പെട്ടുപോയാൽ അയാൾക്ക് വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യാനുള്ള അവസരങ്ങളാണ് ഉണ്ടാവുക. അത് തെറ്റ് ചെയ്യുന്നവന് കിട്ടുന്ന കുറ്റവും ശിക്ഷയുമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിചാരങ്ങളെയും കാഴ്ചകളെയും എല്ലാം നിയന്ത്രിച്ചു നിർത്തി നമ്മുടെ വിശ്വാസം നമ്മൾ കൂടുതൽ കൂടുതൽ മാറ്റുള്ളതാക്കി പടച്ച റബ്ബിനെ ഓർമ്മിച്ചും സൂക്ഷിച്ചും തത്വ കൈവിടാതെ മുന്നോട്ടു പോയും ഇബാദാത്തുകളിലേക്ക്, നന്മകളിലേക്ക്, ദഅവത്തിലേക്ക് സമയത്തെ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ മരണശേഷവും നിലനിൽക്കുന്ന പുണ്യങ്ങളിലേക്ക് മാറ്റിവെക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുക. ഹറാമായിട്ടുള്ള ശഹ്വാത്തുകളിൽ നിന്ന്, ആഗ്രഹങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും കുടുംബസമേതം പ്രവേശിപ്പിക്കുമാറാവട്ടെ. നാം ഭയക്കുന്ന എല്ലാ മുസീബത്തും അല്ലാഹു നമ്മെ തൊട്ട് തടുക്കുമാറാവട്ടെ. ഇൽമും ഈമാനും തഖ്വയും അല്ലാഹു നമുക്ക് ഏറ്റി നൽകുമാറാവട്ടെ.
ചെയ്യുമാറാവട്ടെ. നമുക്ക് നൽകപ്പെട്ട എല്ലാറ്റിലും അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബത്തെ അള്ളാഹു സമാധാനത്തിന് ഇടമാക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു ദീനീ ബോധമുള്ള നല്ല മക്കളാക്കി മാറ്റുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ആയുസ്സിനെ ബറക്കത്തുള്ള ആയുസ്സാക്കി മാറ്റുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലവരായി ജീവിക്കാനും നല്ലവരായിരിക്കെ മരിച്ച് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. എല്ലാ ഹറാമായിട്ടുള്ള ആഗ്രഹങ്ങളിൽ നിന്നും ശീലങ്ങളിൽ നിന്നും മാറി യഥാർത്ഥ ദീനിലേക്ക് മടങ്ങാനുള്ള തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.